കേരള സർവകലാശാല യുവജനോത്സവ ഫലം ചാൻസലർ അംഗീകരിക്കാത്തത് മൂലം പ്രതിസന്ധിയിലായി വിദ്യാർത്ഥികൾ. ഒരു വർഷം പിന്നിട്ടിട്ടും ഗ്രേസ് മാർക്ക് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല. ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറി ആരോപണം ഉയർന്നതോടെയാണ് VC തീരുമാനം ചാൻസലർക്ക് വിട്ടത്. 2024 യുവജനോത്സവത്തിലെ ഗ്രൂപ്പ് വിഭാഗ മത്സര വിജയികളായ 800ഓളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായത്. ഗ്രൂപ്പിനങ്ങൾക്ക് ഒന്നിലധികം വിജയികളെ പ്രഖ്യാപിച്ചതാണ് അട്ടിമറി ആരോപണമായി വരുന്നത്. ഹൈക്കോടതി ഇടപെട്ട വിഷയത്തിൽ സർവകലാശാലയോട് ഫലം പ്രസിദ്ധീകരിച്ച് ഗ്രേസ് മാർക്കും വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും അനുവദിക്കാനും ആവശ്യപ്പെട്ടു. അതായത് മാർക്ക് തടഞ്ഞു വെക്കണമെന്ന് പറഞ്ഞ് കോടതി ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നമ്മൾ കുറെ പിള്ളേർ കോടതിക്ക് ഇതിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടണമെന്ന രീതിക്ക് നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തു. നമുക്കത് വിധി അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 വിധി വന്നു. അതിൽ ഒരെണ്ണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് മാർക്ക് തരണമെന്നുള്ള. അതിനുശേഷം വന്ന വിധിയിൽ ഇതേക്ക് ചാൻസലർ, ബഹുമാനപ്പെട്ട ചാൻസലർ തീരുമാനമെടുക്കുന്ന രീതിക്ക് ഒരു വിധി വന്നു. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനോട് ഗവർണറുടെ മുമ്പിൽ ജഡ്ജിംഗ് കമ്മിറ്റി നൽകിയ മാർക്ക് രേഖകളുമായി ഹാജരാകാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഗ്രൂപ്പിനങ്ങൾക്ക് ഒന്നിലധികം വിജയികൾ വന്നതിലെ പ്രായോഗികത ഗവർണർ പരിശോധിച്ചു. കലോത്സവ നടത്തിപ്പിൽ യാതൊരു കൃത്രിമവും നടന്നിട്ടില്ലെന്ന് അധികൃതർ വിശദീകരിച്ചെങ്കിലും ഗവർണർ തൃപ്തനല്ലെന്നാണ് വിവരം. അത് നമ്മളെ പ്രോഗ്രാമിനൊന്നും ഇങ്ങനെ അലിഗേഷനായിട്ട് പറഞ്ഞില്ല. ഈ 1-2 പ്രോഗ്രാമിനാണ് ഇങ്ങനെ അലിഗേഷനൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ അവരെ മൊത്തത്തിൽ തടഞ്ഞോളെ, നമുക്കും കിട്ടിയില്ല, ആർക്കും കൊടുത്തില്ല. അലിഗേഷൻ എന്താ പറഞ്ഞിരുന്നു? അലിഗേഷൻസ് എന്തോ ജഡ്ജസ്മാർ ഇഷ്യൂസ് ആണ് പറഞ്ഞത്. മാർക്ക് ഇങ്ങനെ കൊടുത്തില്ല, അവർക്ക് പ്രൈസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇഷ്യൂ ആക്കിയത്. അപ്പൊ ഏത് കലോത്സവത്തിലായാലും 1-2 ടീമിനെ പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. എത്ര നല്ലപോലെ കളിച്ചാലും അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കുറച്ച് ടീമിന് കിട്ടത്തില്ല. അപ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യാതെ അവർ അന്ന് ആ ടീമാണ് പ്രശ്നം ഉണ്ടാക്കിയത്. വൈസ് ചാൻസലർ വിഷയം ഗവർണർക്ക് വിട്ടതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വ്യക്തിഗത മത്സര വിജയികളുടെ ഫലം പ്രസിദ്ധീകരിച്ചിരുന്നു. ഗ്രൂപ്പ് വിജയികളുടെ ഫലം വൈകുന്തോറും ലഭിക്കേണ്ട അംഗീകാരങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത്. ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.